ഈ AI ചിത്രം ഉണ്ടാക്കിയത് സുബ്രഹ്മണ്യനല്ല, അദ്ദേഹം അത് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷെയർ ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർ ആരോപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആരോപണമല്ല, അവർ പറഞ്ഞിട്ടുണ്ട്. BJP നേതാവിനെതിരെ കേരളത്തിലെ CPM ഗവൺമെന്റ് കേസെടുത്തില്ല. അതവിടെ നിൽക്കട്ടെ ശ്രീകുമാർ, അതവിടെ നിൽക്കട്ടെ. വല്ലാതെ അത്ഭുതം ഉണ്ടാക്കുന്നത് അതാണ്. VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, അങ്ങേപ്പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രചരിപ്പിച്ച ഒരു കാര്യത്തെയാണല്ലോ KPCCയുടെ ഉന്നത സമിതി അംഗം N സുബ്രഹ്മണ്യൻ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിലെന്ത് തെറ്റ് എന്നാണ്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അയക്കുന്നതൊക്കെ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പ്രചരിപ്പിക്കലാണോ KPCCയുടെ തലപ്പത്തുള്ളവരുടെ ജോലി? BJP സംസ്ഥാന അധ്യക്ഷൻ ഇതുവരൊരു ചിത്രം പങ്കുവച്ചതും സുബ്രഹ്മണ്യം പങ്കുവച്ചതും CPMൻ്റെ മുന്നിൽ രണ്ടായി എന്തുകൊണ്ട് കാണുന്നു, CPM BJP ബന്ധമാണോ എന്നാണ് കോൺഗ്രസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്ന് CPMൻ്റെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ ആ ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം അദ്ദേഹം ഷെയർ ചെയ്ത് പറയുന്നത് സുബ്രഹ്മണ്യൻ ഷെയർ ചെയ്ത ചിത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അനിൽകുമാർ, CPMൻ്റെ നേതാവ്, കോട്ടയത്തുള്ള നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ ഇന്ന് ആ ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ല, ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും ആ ചിത്രമുണ്ട്. കാരണം ഇതാണ് തെറ്റായ രീതിയിൽ KPCC BJPയിൽ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വഴി ഇപ്പോൾ KPCC പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം എന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ചിത്രമാണല്ലോ. ഇതെല്ലാവരും കാണണമല്ലോ. അത് ഇനിയിപ്പോൾ ഷെയർ ചെയ്താലും ആളുകൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നേരത്തെ അതായിരുന്നില്ല. കലാപം ഉണ്ടാകാൻ ഇത് മതി. കേരളത്തിലൊരു വലിയ ആരാധനാലയവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലെ മുഖ്യ പ്രതിയുമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പിടിച്ച് രഹസ്യം പറയുന്നു എന്ന് പ്രചരിപ്പിക്കുക ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യാൻ പാടുള്ളതാണോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അത് വെരിഫൈ ചെയ്യാതെ മുന്നോട്ട് പോകാമോ? KPCCയുടെ അധ്യക്ഷൻ ചെയ്യുന്നത് നോക്കി ചെയ്യണ്ടേ താഴെയുള്ള ആളുകൾ? നോക്കൂ അനിൽകുമാർ, ഡോക്ടർ ലാലെ, നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വേണം പ്രതികരിക്കാനായിട്ട്. BJP പ്രചരിപ്പിച്ചതും കോൺഗ്രസ് പ്രചരിപ്പിച്ചതും ഒരേ ചിത്രം. BJPക്കെതിരെ കേസില്ല, കോൺഗ്രസിനെതിരെ കേസ്. അതിൻ്റെ അർത്ഥം BJPയെ CPM ഭയക്കുന്നു, അവരുടെ സഹകരണം CPM തേടുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. BJPയുമായിട്ടുള്ള CPM ബന്ധം കൂടുതൽ വ്യക്തമായി വരികയാണല്ലോ. അതുകൊണ്ട് ഒരു കേസ് എടുത്തിട്ടില്ല. അതോടെ നിൽക്കട്ടെ. അല്ല, ഒരു മാസമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഈ പോസ്റ്റ് ഇട്ടിട്ട് കേസ് എടുത്തില്ല എന്നുള്ളത് കൊണ്ടാണോ N സുബ്രഹ്മണ്യൻ ഇന്ന് അത് പ്രചരിപ്പിക്കാനാണോ ഈ പോസ്റ്റ് ഇട്ടത്? ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ട് കേസ് എടുത്തിട്ടില്ല, അത് പറയാനായിരുന്നോ പോസ്റ്റ് ഇട്ടത്? എല്ലാവരും ചിത്രം പ്രചരിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. കേരളം മുഴുവൻ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ചിത്രം? അതൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നതല്ലാതെ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. N സുബ്രഹ്മണ്യൻ രാവിലെ മാധ്യമങ്ങളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ ചിത്രം തന്നെ ഇപ്പോഴും ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നേരത്തെ വ്യാജ ചിത്രമെന്ന് പോലീസ് പറയുന്ന ചിത്രം ഇട്ടിട്ടില്ല, അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സർ.